ബി.ജെ.പി. ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട നിക്ഷേപ തട്ടിപ്പ് കേസിൽ പോലീസ് നിർണായക തെളിവുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന വക്താവും അതോടൊപ്പം തന്നെ സംഘം പ്രസിഡന്റുമായ ഇതിൽ കൃത്യമായി പറഞ്ഞ ഭരണസമിതിയുടെ മുൻ പ്രസിഡന്റുമായ എം.എസ്. കുമാറിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തിരിക്കുന്നു. ബി.ജെ.പി. ഭരിക്കുന്ന തിരുവിതാംകൂർ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഫോർട്ട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനുകളിലായി ഇതുവരെ 40 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഈ ബി.ജെ.പി. സംസ്ഥാന വക്താവായ എം.എസ്. കുമാറിനാണ് ഇതിൻ്റെ മുഖ്യ പ്രതി എന്ന് വ്യക്തമായി തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് 3 കേസ് ഇയാളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യാഴാഴ്ച എടുത്ത ഒരു കേസിൽ എം.എസ്. കുമാറിനെ ഒന്നാം പ്രതിയും മുൻ സെക്രട്ടറി ഇന്ദുവിനെ രണ്ടാം പ്രതിയും വൈസ് പ്രസിഡന്റ് ആയിരുന്ന മാണിക്യത്തെ 3-ാം പ്രതിയുമാക്കിയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. മറ്റ് ബോർഡ് അംഗങ്ങളെയും സംഭവത്തിൽ പ്രതികൾ ആക്കിയിട്ടുണ്ട്. മറ്റ് കേസുകളിലെല്ലാം പരാതിക്കാർ പേരെടുത്ത് പറയാത്തതിനാൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നിങ്ങനെ 11 ഭരണസമിതി അംഗങ്ങൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വ്യാഴാഴ്ച മാത്രം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 5 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സഹകരണ രജിസ്ട്രേഷൻ വകുപ്പിന് പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ക്രമക്കേടുകൾ നടത്തിയിരിക്കുന്നത് എന്ന ഉള്ള കാര്യങ്ങൾ സഹകരണ വകുപ്പിൻ്റെ മൂല്യനിർണ്ണയത്തിലൂടെയാണ് കണ്ടെത്താൻ സാധിക്കുക. നിലവിൽ 3 കോടിയിലധികം രൂപ തിരികെ നൽകാനുണ്ടെന്ന് കാണിച്ച് നിക്ഷേപകർ പരാതി നൽകിയിട്ടുണ്ട്. പരാതി ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് കൈമാറും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃത്യമായി പരിശോധിക്കുമ്പോൾ ബി.ജെ.പിയും ബി.ജെ.പിയിലെ നേതാക്കന്മാരും ചേർന്ന് നടത്തുന്ന സംസ്ഥാനത്തെ സമാനതകളില്ലാത്ത ഒരു തലസ്ഥാന നഗരിയിലെ ഏറ്റവും വലിയ ഒരു തട്ടിപ്പായിട്ടാണ് ഇതിനെ കാണുന്നത്. ഏതായാലും ഈ പറയുന്ന നേതാക്കൾക്ക് സംസ്ഥാന വക്താവായിരുന്ന എം.എസ്. കുമാറിൻ്റെ ബി.ജെ.പി. ഉന്നത നേതാക്കളുമായിട്ടുള്ള ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു വരുന്നുണ്ട്. ഈ കേസ് ഒതുക്കി തീർക്കുന്നതിനും ഈ സമ്മർദ്ദത്തിലാക്കുന്നതിനും ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള വലിയ തോതിലുള്ള ഒരു നീക്കമാണ് കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. ഉപയോഗിച്ച് എം.എസ്. കുമാറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ എന്നാൽ എല്ലാ പഴുതും അടച്ചുമുള്ള അന്വേഷണവുമായിട്ട് ക്രൈംബ്രാഞ്ച് സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാകും തിരുവിതാംകൂർ നിക്ഷേപ തട്ടിപ്പ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം.